കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരുന്ന ജീവനക്കാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെ ആയിരുന്നു കൊച്ചിയിൽ 1:30 ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ, ലൈജീരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ 24 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ, ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുവാൻ വേണ്ടി ആ കപ്പലിൽ തന്നെ തുടരുകയായിരുന്നു. അവരെ ഇന്നാണ് രക്ഷിച്ചത്. ബാക്കി എല്ലാവരെയും കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. എല്ലാവരെയും കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, വിശദാംശങ്ങൾ. ആര്യ, ഇപ്പോൾ കൊച്ചിയുടെ തീരത്തേക്ക് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജീവനക്കാരുമായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ICG അർണേഷ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 21 ജീവനക്കാരാണ് ഇതിലുള്ളത്. 3 ക്യാപ്റ്റൻ അടക്കം ഏറ്റവും അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയ 3 പേരെ നാവികസേന ആസ്ഥാനത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. മറ്റ് 21 പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട്, മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇതാ ഇപ്പോൾ കടന്നു പോകുന്നു. കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്കാണ് ഇവർ എത്തിക്കുന്നത്. ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് പൊതുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും അതോടൊപ്പം തന്നെ നാവികസേനയുടെ 1 കപ്പലുമാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. കപ്പൽ, അതായത് കപ്പൽ മുങ്ങിയ കപ്പൽ, അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസാന ശ്രമവും ഇന്നലെ രാത്രി എല്ലാം തന്നെ തുടർന്നിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് കൂടുതൽ ചരിഞ്ഞതോടുകൂടിയാണ് ആ ദൗത്യം ഉപേക്ഷിക്കുകയും കപ്പൽ പൂർണ്ണമായും മുങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തു. ഏതാണ്ട് 643ഓളം കണ്ടെയ്നറുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഫർണസ് ഓയിലും ഡീസലും അടക്കമുള്ള ഇന്ധനവും കപ്പലിൽ ഉണ്ട്. ഏതായാലും അത് കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്നു. മറ്റ് കണ്ടെയ്നറുകൾ, അതിൽ ഗുരുതര സ്വഭാവമുള്ള വസ്തുക്കൾ അടങ്ങിയ 13 കണ്ടെയ്നറുകളാണ് ഉള്ളത്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനെല്ലാം തന്നെ ഉറപ്പാക്കാനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ICG സക്ഷം എന്ന കപ്പൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇന്ധന ചോർച്ചയോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ കപ്പലിന്റെ പ്രാഥമികമായ ദൗത്യം. അത് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള ഇന്ധന ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ഒരു ആശ്വാസമാണ്. നിലവിലെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ആശ്വാസകരം തന്നെയാണ്.